നമ്മൾ മലപ്പുറം ടെക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് ഇന്ന് മലപ്പുറം ജില്ലയിൽ തലപ്പാറ ഭാഗത്താണ്. കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത്. അതിൻ്റെ ആ സൈഡിൽ തന്നെ സർവീസ് റോഡ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാനുള്ളതുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാലത്തിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കാണിക്കാം. പാലത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാ തലപ്പാറ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ഈ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ താഴെ നിന്നിട്ട് കാണിക്കാം. അപ്പോൾ ഇത് നേരെ നമ്മുടെ ആ പാടത്തിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നുണ്ട്. ഈ ഒരു റോഡ് ഇങ്ങനെയാണ് പോകുന്നുണ്ട്. താഴെ കൂടെ കണ്ടാലറിയാം. അപ്പം ഇങ്ങനെയാണ് ഈ റോഡ് പോകുന്നുണ്ട്. നമ്മളെ തലപ്പാറ വെളിമുക്കിൽ നിന്ന് കയറിയാൽ മാത്രമേ നമുക്ക് തലപ്പാറ പമ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ. തലപ്പാറ പമ്പ് വളരെ ശോചനീയാവസ്ഥയിലാണുള്ളത്. ആരും അങ്ങോട്ട് എത്തുന്നില്ല. ഒരുപാട് തിരക്കേറിയ ഒരു പെട്രോൾ പമ്പായിരുന്നു. പക്ഷേ ഈ ഒരു വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ പമ്പിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ പമ്പിലേക്ക് കയറാനുള്ള ഒരു മാർഗവും ഇല്ല. ഇപ്പോൾ തലപ്പാറ പമ്പിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ 50 മീറ്റർ പുറകെ വെളിമുക്ക് ഭാഗത്തുനിന്ന് കയറിയാൽ മാത്രമേ നമുക്ക് തലപ്പാറ പമ്പിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തലപ്പാറ ഈ അങ്ങാടിയിലുള്ള ഈ പാലത്തിൻ്റെ ചോട്ടിലൂടെ ചെമ്മാട് ഓപ്പോസിറ്റ് ഉള്ള ജംഗ്ഷനിൽ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ പാലത്തിൻ്റെ ഉള്ളിലൂടെ വന്നാലും തലപ്പാറ പമ്പിലേക്ക് കയറാം. അല്ലാതെ പമ്പ് കാണാനോ അപ്പുറത്തുനിന്ന് സാധിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആ ലോക്ക് കെട്ടമല്ലാട്ടോ. ലോക്ക് കെട്ട വെച്ച് ഉയർത്തിയ ഭാഗത്താണ് ഉള്ളത്. പാലത്തിൻ്റെ ഭാഗം ലോക്ക് കെട്ട വെച്ച് ഉയർത്തിയ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ വർക്കേഴ്സൊക്കെ ഇവിടെ ഉണ്ട്, പണി നടക്കുന്നുണ്ട്. നമ്മൾ തലപ്പാറ പെട്രോൾ പമ്പ് ഓപ്പോസിറ്റ് സൈഡ് ആണ് തലപ്പാറ ജംഗ്ഷനാണ് ഈ കാണേണ്ടത്. തലപ്പാറ പെട്രോൾ പമ്പിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ. ആരും ഇല്ല എന്ന് തന്നെ പറയാം. ഫുൾ ടൈം ക്യൂ ആയിരുന്ന ഒരു പെട്രോൾ പമ്പാണ്. ഈ ഒരു വർക്ക് കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയത്. ആരില്ലെന്ന് പറഞ്ഞാൽ ആരില്ല. എപ്പോഴെങ്കിലും ഒരു വണ്ടി എങ്ങനെയെങ്കിലും ഇതിലൂടെ ചാടി കടന്ന് എത്തിയെങ്കിൽ ഇവിടെ ഒരു വണ്ടി എത്തും. അത്രക്കും ശോചനീയാവസ്ഥ. അപ്പോൾ ഇതാ രണ്ട് റോഡ്. ഒന്ന് പഴയ റോഡിൻ്റെ പകുതി ഭാഗം സർവീസ് റോഡായിട്ട് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്.
പിന്നെ ഒരു റോഡ് ഓപ്പോസിറ്റ് അവിടെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 റോഡ് സർവീസ് റോഡായിട്ട് ഇവിടെ നിലനിർത്തി. ആദ്യം നിന്നിരുന്ന റോഡിൻ്റെ ഭാഗങ്ങളാണ് ആ സൈഡിൽ മണ്ണിട്ടിട്ടുള്ളത്, പകുതി ഭാഗം. ഹൈവേ അതൊക്കെയാണ് നിലവിലുള്ള ഹൈവേ അതാണ്. അപ്പോൾ അതിലേക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗമാണ് നമുക്ക് അതിലേക്ക് എടുത്തിട്ട് ഇവിടെ ബെൻഡ് നിർത്തി കൊണ്ടുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രമാണ് അതിലേക്ക് ചേർക്കുക. ബാക്കിയുള്ള ഭാഗം ആ സൈഡിൽ നിന്ന് കേട്ടോ. ബാക്കിയുള്ള അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഒരു വീഡിയോയിൽ അവിടെ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ നടന്നു പോകട്ടോ. നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ ഒരു 2-3 മിനിറ്റ് ഇവിടെ നിന്നിട്ട് നമുക്ക് സഹിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തൊഴിലാളികളെ സമ്മതിച്ചു കൊടുക്കണം. നമ്മളിത് വഴി ഇങ്ങോട്ട് കയറിയിട്ടോ. ഇതിൽ കൂടെ മെല്ലെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. റോഡ് കറങ്ങിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ കുറേ കറങ്ങണം. അപ്പോൾ അത് ആലോചിച്ചിട്ട് വല്ല ഇതിൽ കൂടെ ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ അത് അവിടെയൊക്കെ വർക്ക് നടക്കുന്നു കേട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ഞാൻ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ വന്നപ്പോൾ ഇവിടുന്ന് കണ്ടൊരു കാഴ്ചകളാണ്. ഇതാണ് തലപ്പാറ. ഇവിടെ നിന്ന് കാണുമ്പോഴുള്ളൊരു കാഴ്ച. ഇവിടെയൊക്കെ പൈലിങ് കഴിഞ്ഞ് അതിൻ്റെ പില്ലറുകൾ ഇതാ മാന്തി എടുക്കുകയാണ്.
ഓരോരോ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആർക്കായാലും പറഞ്ഞു തരാം, നമുക്ക് തിരുത്തി പറഞ്ഞു തരാം. ആർക്കായാലും ഒരുപാട് ആൾക്കാർ നമുക്ക് ആ ഒരു ഉപകാരം ചെയ്തു തരുന്നുണ്ട്. നമുക്കറിയാത്ത പല കാര്യങ്ങളും നമ്മളെ വീഡിയോയിൽ നോക്കിയിട്ട് തന്നെ പലതും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കുള്ള അറിവുകൾ വെച്ച് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ പറയാറുണ്ട്, ഒരുപാട് ആളുകൾ തിരുത്താറുമുണ്ട്. അപ്പോൾ തിരുത്തി തരുന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ കേട്ടോ. തിരുത്തി പറയുന്ന ഓരോരോ വ്യക്തികൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും നമ്മളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ.